മോഹൻലാലിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള വിധിയായിട്ടൊരു കാര്യം കൊണ്ടുവന്നു. പറങ്കിയണ്ടിയിൽ വാറ്റിയ ഒരു പ്രത്യേക തരം ചാരായം. എന്റെ മദറില്ല എന്ന് പറഞ്ഞാൽ ഹെഡ് മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്ത ഒരു ലേഡിയാണ്. വളരെ സ്ട്രിക്റ്റ് ആണ്. അത് ആരും മദറില്ല അറിയാതെ നിങ്ങൾ മാനേജ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അതൊന്നുമില്ല, കുഴപ്പമില്ല. ഫ്രണ്ടിൽ ഒരു സൈഡ് റൂമുണ്ട്. അത് അങ്ങനെ മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ പ്രഷ്യസ് ആയിട്ട് കൊണ്ടുവന്നാണ് ശ്രീ സവനാട് വിജയകുമാർ. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അല്പ കോൺഫിഡൻസ് കൂടിയും തോന്നുന്നു. ഇങ്ങനെ കൈ വീശി ഇട്ടിട്ട് അത് വീടിന്റെ മുറ്റത്ത് ഇട്ട് പൊട്ടിച്ചു. പക്ഷെ എന്റെ മദറിന്റെ അകത്ത് നിന്ന് വന്നിട്ട് കെമിസ്ട്രി അധ്യാപക കൂടിയാണ്, ഇവിടെ സ്പിരിറ്റ് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, സ്പിരിറ്റ് ഒന്നും ഇല്ല, തോന്നിയിരിക്കുമല്ലോ. അല്ലല്ല, സ്പിരിറ്റിന്റെ സ്മെൽ എനിക്കറിയാം, ലാബിന്റെ സ്മെൽ എനിക്കറിഞ്ഞൂടെ, സ്പിരിറ്റിന്റെ സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും മദ്യമാണെന്നുള്ളത് അങ്ങനെ ഇമാജിൻ ചെയ്യുന്നില്ല. ആ സീനില് റിയൽ ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ പലരും കരഞ്ഞുപോയി. കാരണം ഇത്രയും നല്ലൊരു ഡ്രിങ്ക് മിസ്സായതില്ല. അവർക്ക് എല്ലാവർക്കും അന്ന് ഗീസറിനിടാതെ നമ്മുടെ കൂടെ ഉള്ളവർ കരയുന്നു ഞാൻ കണ്ടു. വേറെന്തോ കാര്യം പറയുന്നത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കുറച്ച് കൂടുതൽ പറയും. അങ്ങനെയല്ല, അങ്ങനൊന്നും അല്ല. ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു, അവിടെ വെച്ചു. അപ്പൊ ഇതിൻ്റെ അകത്ത് പോയപ്പോൾ ഇയാള് തന്നെ പോയിട്ട് 2 ഗ്ലാസ് ഇട്ടു. എന്നിട്ട് അവിടുത്തെ മേശപ്പുറത്ത് വെച്ചു. അമ്മയൊന്നും അറിയില്ല, അതൊക്കെ ഞാൻ നോക്കണം. അപ്പൊ അമ്മ ഇങ്ങനെ എന്തോ നടന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നു. താഴെ 2 ഗ്ലാസ് ഇവിടെ വെച്ചിരിക്കണേ, എന്നിട്ട് അതിനകത്തുണ്ടായി. അപ്പോ നിസ്സാറിന് ഇടാതെ കരഞ്ഞു എന്നൊക്കെ പറയുന്നത് സത്യമാണ്. പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ആരോടും പറയാൻ പാടില്ല എന്ന് പറയുന്ന രഹസ്യം ജഗദീഷിനോടും പിന്നെ മണിയൻ പിള്ളരാജനോടും.